നമ്മളെ ഒരു കാര്യത്തിൻ്റെ ദീനിന് വേണ്ടി രംഗത്തിറക്കുമ്പോൾ അവരുടെ സഹായം, അവരുടെ ആശീർവാദം, അവരുടെ പിൻബലം നമുക്കുണ്ട്. അപ്പം ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്രത്യേകിച്ചും മനസ്സിലാക്കേണ്ടത്, ദീന്, അള്ളാഹുവിൻ്റെ ദീൻ എവിടെ നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നുവോ അതിനൊക്കെ നമുക്ക് പല തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും ഉണ്ടാകും. അതിൻ്റെ പ്രധാന കാരണം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചതാണ്. എന്തേ? ബദൽ ഇസ്ലാമു ഗരീബ വസയഊദു കമാ ബദാ ഫതൂബാ ലിൽ ഖുറബാ. ഇസ്ലാം ഈ ലോകത്ത് പ്രദർശിപ്പിച്ചത്, ഇവിടെ ഉണ്ടാക്കിയത് വളരെ പ്രയാസത്തോടു കൂടെയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞ അനുഭവം, എൻ്റെ അനുഭവം, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഓർക്കണ ചലാത്തൊക്കെ ചൊല്ലിക്കൂടെ നല്ലതാണ്. ഇൽമിന്റെ സദസ്സ് എന്ന് തന്നെ സ്വർഗത്തോപ്പ് എന്ന് അതിന്റെ പേര് വിളിച്ചിരിക്കുന്നുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ച പേരാ മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്നായ. ദുനിയാവിൽ നമുക്ക് അനുഭവിക്കാനുള്ളതായിരിക്കുന്ന, നമ്മൾ അനുഭവിക്കുന്നതായ സ്വർഗത്തോപ്പാണ് ഇൽമിന്റെ സദസ്യം. ദുനിയാവിൽ ഒരുപാട് സ്വർഗത്തോപ്പുകളുണ്ട്. ഒരുപാട് സ്ഥലങ്ങൾ സ്വർഗത്തിലേക്ക് മടക്കപ്പെടുന്നതായ, സ്വർഗത്തോപ്പാക്കി മടക്കപ്പെടുന്നതായ സ്ഥലങ്ങളുണ്ട്. ഈ ലോകത്തിനെ അവസാനിപ്പിക്കുന്ന സമയത്ത് ഒരുപാട് സ്ഥലങ്ങൾ അള്ളാഹു സ്വർഗത്തോപ്പാക്കി. ഭൂമി എന്നയിൽ തന്നെയാണ് സ്വർഗത്തിന്റെ കുറെ ഏതാനും ഭാഗങ്ങളൊക്കെ ഉള്ളത്. മനസ്സിലാക്കാം. നമ്മൾ അള്ളാഹുവിലേക്ക് സുജൂദ് ചെയ്യുന്ന പള്ളി, അത് സ്വർഗത്തോപ്പായിരിക്കും. അത് സ്വർഗത്തിന്റെ ഒരു ഭാഗമായിരിക്കും. അള്ളാഹുവിന്റെ മഹത്തുക്കൾ കിടക്കുന്നതായിരിക്കുന്ന സ്ഥലം, അത് മഖബറകൾ, അത് സ്വർഗത്തോപ്പായിരിക്കും. അതിന് ഉദാഹരണമായിട്ടാണല്ലോ അഷ്റഫുൽ ഖൽഖ് പറഞ്ഞത്, അൽ ഖബ്റു മാ ബൈന ഖബ്രി വ മിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്നായ. കേട്ടോ? അപ്പൊ സ്വർഗത്തിൽ മിൻബരി അലാ ഹൗദി, സ്വർഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന സ്ഥലമാണ് ഹൗദുൽ കൗസർ ഒളിവാകുന്ന സ്ഥലം. അത് പരിശുദ്ധമായിരിക്കുന്ന മദീനയിലാണ്. മാ ബൈന ഖബ്രി വ മിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന വ മിൻബരി അലാ ഹൗദി നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ അതാണ് സ്വർഗത്തോപ്പ്. അപ്പൊ ഈ ലോകത്തിനെ അള്ളാഹു നശിപ്പിക്കുമ്പോ, അവസാനിപ്പിക്കുമ്പോ, സ്വർഗത്തിന്റെ ഭാഗങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും. ഇവിടെ തന്നെ ഒക്കെ കുറെ ഭാഗങ്ങൾ പ്രത്യക്ഷപ്പെടും. അതുകൊണ്ട് ഇതിനൊക്കെ നമ്മൾ ബഹുമാനിക്കേണ്ടതുണ്ട്. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ചതായിരിക്കുന്ന ഒരുപാട് വസ്തു ഈ ലോകത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ചിന്തിച്ചിട്ടില്ല. നമ്മളെ ബുദ്ധി അവിടത്തേക്ക് പുരോഗമിച്ചിട്ടില്ല. യൗമ തുബദ്ദലുൽ അർളു ഗൈറുൽ അർളി വസ്സമാവാതു വബറസൂ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ഈ ഭൂമി ലോകത്തിന് യൗമ തുബദ്ദലുൽ അർളു ഗൈറുൽ അർളി വസ്സമാവാതു. അപ്പോ ഈ ലോകത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു ലോകമാക്കിയിട്ട് മാറ്റുന്നൊരു കാലം വരും. മനസ്സിലായ? ഈ ഇന്നൊരു ദുനിയാവായിട്ട് സ്ഥിതി ചെയ്യുന്നതായിരിക്കുന്ന ഈ ലോകം, അത് ആഖിറമായിക്കൊണ്ട്, ആഖിറത്തിന്റെ ഭാഗമായിക്കൊണ്ട്, പരലോകത്തിന്റെ ഭാഗമായിക്കൊണ്ട് സ്ഥിതി ചെയ്യുന്നതായിരിക്കുന്നൊരു കാലം വരാനിരിക്കുന്നുണ്ട്. അത് എങ്ങനെയായിരിക്കും അതിന്റെ രൂപം എന്ന് ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല അൻഹ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് ചോദിച്ചപ്പോൾ, എങ്ങനെയാണ് നബി ഇതിന്റെ കോലം, ഈ ലോകത്തിനെ മറ്റൊന്നാക്കി മറിക്കലേ എന്ന് ചോദിച്ചപ്പോൾ, ഒരു നാണയം കൊണ്ടിട്ട് ആഭരണം ഉണ്ടാക്കുന്നത് പോലെയാണെന്ന് ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മറുപടി പറയുകയുണ്ടായി. കേട്ടോ? അപ്പൊ ഈ സ്ഥലമൊക്കെ ഇത് ദുനിയാവ് മുഴുവൻ നശിച്ചു പോകുന്നതൊന്നും ആരും വിചാരിക്കണ്ട. ഇവിടെ നമുക്ക് ആവശ്യമായിരിക്കുന്ന ബഹുമാനം നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട്. നമുക്ക് ആവശ്യമായിരിക്കുന്ന ബഹുമതി നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട്. നമ്മൾ കടക്കാനുള്ളതായിരിക്കുന്ന സ്ഥലം,
നമ്മൾ കിടക്കുന്നതായിരിക്കുന്ന ഖബർസ്ഥാൻ, ഖബർ എന്ന് പറയപ്പെടുന്നതായിരിക്കുന്ന സ്ഥലം, അത് നമ്മൾ നന്നാക്കിയെടുക്കേണ്ട കടപ്പാടുകളുണ്ട്. നമ്മളുടെ ജനാസ ഖബറിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ മറവ് ചെയ്തതിന്റെ ശേഷം ദുആ ചെയ്യുന്നു, പടച്ചവനെ ഈ മയ്യത്തിനൊക്കെ പുറത്തു കൊടുക്ക്, ഈ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, അവനക്ക് കൃപ ചെയ്യേ, വഅക്രിം നുസ്ലഹു, ഈ മയ്യത്തിനെ വെച്ചതായിരിക്കുന്ന സ്ഥലം നിന്റെ മലായിക്കത്തീങ്ങളെ കൊണ്ട് ബഹുമാനിക്കുന്ന സ്ഥലമാക്കി മാറ്റി പടച്ചവനെ. അവന്റെ കബറിടം അവന്റെ വീട്ടിനെക്കാളും ഹൈറായിരിക്കുന്ന സ്ഥലമാക്കി പടച്ചവനെ. അത് സ്വർഗത്തിന്റെ ഒരു ഭാഗമാക്കി, സ്വർഗത്തോപ്പിന്റെ ഒരു ഭാഗമാക്കി മാറ്റണം റബ്ബേ. എന്നിട്ട് അവനക്ക് സ്വർഗത്തിൽ നിന്നുള്ളതായിരിക്കുന്ന വിരിപ്പുകൾ വിരിച്ചു കൊടുക്ക് പടച്ചവനെ. അവനക്ക് സ്വർഗത്തിലേക്കുള്ളതായിരിക്കുന്ന കവാടങ്ങൾ തുറന്നു കൊടുക്കണം തമ്പുരാനെ. ഇതൊക്കെ നമ്മൾ തമാശ പറയുന്നതല്ല. നമ്മൾ മയ്യത്തിനെ ഖബറിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഇത് തമാശയല്ല, അത് കാര്യമായി കൊണ്ടുവരണം. എന്തെങ്കിലേ നമുക്ക് മരിച്ചാൽ ഗുണം കിട്ടുന്നുള്ളൂ. അതിൻ്റെ ഗുണങ്ങൾ നമ്മൾ ദുന്യാവെന്നുണ്ടാക്കണം. നമ്മളുടെ ദേഹം, നമ്മളുടെ ശരീരം മണ്ണിൽ കൊണ്ടുപോയി വെച്ചാൽ അത് പുഴു തിന്നാൻ പാടില്ല, അത് മണ്ണ് തിന്നാൻ പാടില്ല. അത് പുഴു തിന്നരുത്, മണ്ണ് തിന്നരുത്. മനസ്സിലായി? تبلى وتفنى والخلائق للفناء وبمثل هذا الليش يفراه عاقل. മനുഷ്യന്മാരെ സാധാരണഗതിയിലൊക്കെ ഒരു മനുഷ്യന്റെ ശരീരം അവൻ ശുദ്ധീകരിച്ചിട്ടില്ലെങ്കിൽ, അവന്റെ ആത്മാവിനെ അവൻ ശുദ്ധീകരിച്ചിട്ടില്ലെങ്കിൽ, പരിശുദ്ധ ഖുർആൻ കൊണ്ടിട്ട് അവന്റെ ശരീരം അവൻ ശുദ്ധീകരിച്ചിട്ടില്ലെങ്കിൽ, പരിശുദ്ധ ഖുർആനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് ഇറക്കിയത്? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, വനുനസ്സിലു മിനൽ ഖുർആൻ മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. നമ്മൾ ഖുർആൻ ഇറക്കിയത് എന്തിനു വേണ്ടിയാണ്? വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാ. ഖുർആൻ മുഴുവനും ശിഫയാണ്, മരുന്നാണ്. ഖുർആൻ ഒരു മനുഷ്യൻ ശരിക്കും ഉൾക്കൊണ്ടതുപോലെ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ അവനക്ക് മറ്റൊരു മരുന്നിനും ആവശ്യമില്ല, ഒരു ഡോക്ടറെ അവൻ സമീപിക്കേണ്ട ആവശ്യമില്ല. അതും മുഴുവനും മരുന്നാണ്. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നു, ഫാത്തിഹത്തുൽ കിതാബി ശിഫാഉം മിൻ കുല്ലി ദാ. ഫാത്തിഹ എന്ന് പറയുന്ന നമ്മൾ ഓതുന്നതായിരിക്കുന്ന നമ്മൾ ഒരു സൂറത്ത്, അത് 5 വഖത്ത് നിസ്കാരത്തിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഫർദാക്കിയതായിരിക്കുന്ന ഒരു സൂറത്താണ്. ഫാത്തിഹ ഓതിയിട്ടില്ലെങ്കിൽ നിസ്കാരമില്ല, ഫാത്തിഹ ഓതിയിട്ടില്ലെങ്കിൽ നിസ്കാരമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫാത്തിഹ സൂറത്തിനെ സംബന്ധിച്ച് ഒരുപാട് അല്ലാഹു പറഞ്ഞു, വലഖദ് ആതൈനാക സബ്അൻ മിനൽ മസാനി വൽ ഖുർആനൽ അദീം. ദീനിന്റെ ശത്രുക്കളാകുന്ന ഖുറൈശികള് ഷാമിൽ നിന്ന് കച്ചവടം ചെയ്തുകൊണ്ടിട്ട് കോടാനക്കോടി സ്വർണങ്ങളും ആഭരണങ്ങളും ഒക്കെ സമ്പത്തുകൾ കൊടുന്ന് ചെയ്യുന്നതായിരിക്കുന്ന സമയത്ത് അഷ്റഫുൽ ഖൽഖിന് വല്ലാത്ത വിഷമങ്ങളുണ്ടായി. അഷ്റഫുൽ ഖൽഖിന് റഹ്മത്തുൽ ലിൽ ആലമീനായിരിക്കുന്ന നബിക്ക് വല്ലാത്ത വിഷമങ്ങളുണ്ടായി. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഭാഗത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറയുന്നു, നബിയെ തങ്ങൾ വിഷമിക്കേണ്ടതില്ല, അവരെ എത്ര ആലംബടക്കാക്കി പറയുന്നതായിരിക്കുന്ന അത് പരിശുദ്ധ ദീനാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് പാഠ്യം. ഇതൊക്കെ നമ്മൾ മശായിഖന്മാർ കൽപ്പിക്കുന്ന ഈ പെട്ടതിന് കാരണം. അപ്പൊ അതുകളൊക്കെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പടച്ചത് തങ്ങൾ
ഖദീജ അടുത്തേക്ക് ഓടിച്ചെന്നുകൊണ്ട് പറയും, ഇറങ്ങുന്നതായിരിക്കുന്ന മക്ബറകള്, അല്ലാഹുവിൻ്റെ മഹത്തുക്കളുടെ മക്ബറകള്, നാളെ അത് സ്വർഗത്തോപ്പാക്കി വരുന്നതായിരിക്കുന്ന സ്ഥലങ്ങള് ഓരടുത്തേക്ക് ചെന്നുകൊണ്ട് നമ്മൾ ആ ബന്ധം, അത് അള്ളാഹുവിൻ്റെ നൂറാണ്, അത് അള്ളാഹുവിൻ്റെ നൂറാണ്. ആ നൂറും നമ്മളെ ശരീരം ഒന്ന് ബന്ധപ്പെടുത്തിയാൽ, നമ്മളെ കൽബൊന്ന് ബന്ധപ്പെടുത്തിയാൽ, നമ്മളെ ഹൃദയത്തിലേക്ക് നൂറ് പകരുന്നതായിരിക്കുന്ന വകുപ്പാണ്. അതിൻ്റെ ട്രാൻസ്ഫോമറാണ്. നമ്മൾ ഈ ട്യൂബിലേക്ക് ലൈറ്റ് വരുന്നത് എവിടെ നിന്നാണ്? അത് ട്രാൻസ്ഫോമറിൽ നിന്നാണ് ഇതിലേക്ക് ലൈറ്റ് വരുന്നത് പോലെ അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ അടുത്ത് ചെന്നുകൊണ്ട് അവരെ കളങ്കമില്ലാത്ത സ്നേഹം അവരെ സ്നേഹിച്ചുകൊണ്ട് അവരടുത്തേക്ക് ചെന്നാൽ നമ്മളുടെ പ്രശ്നത്തിനക്ക് പരിഹാരമുണ്ടാകുന്നു. ഉണ്ടോ? അവിടെ അള്ളാഹുവിൻ്റെ നൂറുണ്ട്, അള്ളാഹുവിൻ്റെ റഹ്മത്തുണ്ട്. അവിടെ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലായികത്തീങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം നമുക്ക് കിട്ടുന്നു. പക്ഷേ നമ്മളെ ഹൃദയം ശുദ്ധിയായിരിക്കണം കേട്ടോ. അപ്പോൾ ഓരോ സ്ഥലത്തും അള്ളാഹുവിൻ്റെ മഹത്തുക്കൾ, അള്ളാഹുവിൻ്റെ കിടക്കുന്ന സ്ഥലം ഒരുപാട് ഖുർആൻ ഓതിയ സ്ഥലമാണ്. എത്രയാപ്പം നമ്മൾ കുറേ യാസീനോതി, എത്രയാൾ യാസീനോതുന്നു അല്ലേ? എത്ര ഓതുന്നു. ഇപ്പോൾ മദീനത്തൊക്കെ ചെന്നാൽ നമ്മൾ അവിടെ ഇരുന്നിട്ട് കുറേ ഓതുന്നു. പക്ഷേ അവിടെ ചെന്നിട്ട് ശരിക്കും ഓതാൻ വിടൂല അവിടുത്തെ ജന്തുക്കൾ. കാരണം ഓലിപ്പം അങ്ങനെയൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ അതും വിഷമാണ്. കാരണം ജനങ്ങളെ നന്നായിട്ട് ഭാര്യ തിന്നും. ബഹുമാനപ്പെട്ട ഖാജറമുറ്റം ഫരീദ ഔലിയാൻ്റെ ചരിത്രം പറഞ്ഞതുപോലെ ഖാജ റളിയല്ലാഹു അൻഹു ഹയാത്ത ഖാദിമ മൂപ്പർക്ക് ഖാജ റളിയല്ലാഹു അൻഹുവിന് 800 വർഷം മുമ്പ് ഖിദ്മത്തെടുത്തതായിരിക്കുന്ന കാരഞ്ഞിറമുറ്റം ഫരീദ ഔലിയ എന്ന് പറയപ്പെടുന്ന മഹാനവറുകൾ അവിടുന്ന് പറഞ്ഞു പോയിട്ട് നാട്ടിൽ പോയിട്ട് കുത്തിരുന്ന കുറച്ച് എന്നിട്ട് അവിടെ തന്നെ കബറ്. കാഞ്ഞിരമുറ്റം ഫരീദ ഔലിയാനോട് പറഞ്ഞു, എന്നെ നാട്ടിൽ പോയിട്ട് മദീനി നിൻ്റെ എല്ലാ ഈമാനും ഹിദായത്തും നിൻ്റെ 100ക്ക് 100 നിന്നെക്കൊണ്ട് കോടാനക്കോടി ജനങ്ങൾ ഹിദായത്തിലാവാനുണ്ട്. കോടാനക്കോടി ജനങ്ങൾ നിന്നെക്കൊണ്ട് ഹിദായത്തിലാവാനുണ്ട്. അതുകൊണ്ട് കാഞ്ഞിരമുറ്റം എന്ന് പറയുന്നതായിരിക്കുന്ന കാഞ്ഞിരങ്ങളെ കൊണ്ട് നിറഞ്ഞതായിരിക്കുന്നൊരു മുറ്റമായിരുന്നു ഇന്ന് കാഞ്ഞിരമുറ്റം എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ പോയിട്ടിരുന്നോ? എന്നിട്ട് കുറേ കഴിയുമ്പോഴൊക്കെ അവിടെ നിൻ്റെ അവസാനം നിന്നെ മണ്ണ് പാരിയത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തങ്ങൾ ഖാജ റളിയല്ലാഹു തആല അൻഹുവിനോട് മദീനത്തിൽ നിന്ന് പറഞ്ഞതുപോലെ, നീ ഇന്ത്യയിലേക്ക് പോയിക്കോ, നീ എനിക്ക് ഞാൻ പോകുന്നതിന് പകരം നീയാണോ, നീ പോയാൽ മതി. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ തങ്ങൾ അത് നായിബ് റസൂലാണ്. നമുക്ക് അഷ്റഫുൽ ഖൽഖിൻ്റെ അടുത്ത് പോകും പോലത്തെ പ്രതിഫലം നമുക്ക് അജ്മീറിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നു. അപ്പം അവിടുന്ന് പറഞ്ഞു, ദാക മസ്കനുക വദാക മദ്ഫനുക, നീ എന്നോട് പോയിട്ട് ദീനുണ്ടാക്കിക്കോ. അതിന് വലിയ ബുദ്ധിമുട്ടുകളും ത്യാഗങ്ങളൊക്കെ സഹിക്കേണ്ടി വരും. അതിനുള്ള എല്ലാ വകുപ്പുകളും നിൻ്റെ അടുത്ത് ഞാൻ തരുന്നുണ്ട്. ദുൽ ഫുഖാർ ഉടമ അലി രാജ, ദുൽ ഫുഖാർ ഉടമ സയ്യിദി ഖാജ. അഷ്റഫുൽ ഖൽഖിൻ്റെ ദുൽ ഫുഖാറും അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ദുൽ കുതിരയും കൊടുത്തുകൊണ്ടാണ് വിട്ടത്. ഉണ്ടോ? എന്താ സംഭവം? അങ്ങനെ വിട്ട് ഞാൻ അതിൻ്റെ അപ്പുറത്തെ കാലത്ത് ഞാൻ തുറന്ന് പറയുന്നില്ല. അതിൻ്റെ പവർ എത്രയാണെന്ന് ഞാൻ തുറന്ന് പറയുന്നില്ല. ഇങ്ങനെ ബഹുമാനപ്പെട്ട മഹാന്മാർ പറയുന്നത് ദുൽ ഫുഖാർ ഉടമ അലി രാജ, ദുൽ ഫുഖാർ ഉടമ സയ്യിദി ഖാജ. ഇങ്ങനത്തെ മഹാനവറുകൾ എവിടത്തേക്ക് പറഞ്ഞേക്കുന്നു. എന്നിട്ട് അതിന് നല്ല ജിഹാദ് വേണ്ടി വരുന്നല്ലേ, ദീനിന് വേണ്ടി നല്ല ത്യാഗം വേണ്ടി വരും. പക്ഷേ അവിടത്തിൽ തന്നെ നീ ഉറച്ചു നിൽക്കണം. ദാക മസ്കനുക, ഇന്ന സ്ഥലത്ത് പോയിട്ട് കാക്കാ ഷരീഫ് എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ട് അവിടെ പോയിട്ട് നീ ദീനുണ്ടാക്കിക്കോ, അവിടെ പോയിട്ട് നീ യുദ്ധം ചെയ്തോ. വദാക മദ്ഫനുക, അതിൻ്റെ കുറച്ച് തായോട്ട് പോയി 2-3 കിലോമീറ്റർ താഴെ വന്നിട്ട് വദാക മദ്ഫനുക, അവിടെ നിൻ്റെ ഖബറാണ് എന്ന് ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് നേരിട്ട് പറയേണ്ട രീതിയിൽ പറഞ്ഞുകൊണ്ട് അവരെ ഇന്ത്യയിലേക്ക് വിട്ടു. അവരാണ് ഇവിടെ ദീനുണ്ടാക്കിയത്, അവരാണ് നമുക്ക് മാതൃക കാണിച്ചു തന്നത്. അങ്ങനെ ആ രീതിയിൽ ബഹുമാനപ്പെട്ടവർ ഖാജ റളിയല്ലാഹു അൻഹുവിനക്ക് ജീവിതകാലം മുഴുവൻ ഖിദ്മത്തെടുത്തുകൊണ്ട്
അവരുടെ സമയമായപ്പോൾ അവിടുന്ന് പറയുന്നു, ഇനി നിന്നെക്കൊണ്ട് കോടാനക്കോടി ജനങ്ങൾ ഹിദായത്തിലേക്ക് വരാനുണ്ട്. കാഞ്ഞരമുറ്റം ഫരീദൗലിയ എന്ന് പറയപ്പെടുന്ന മഹാനോട് പറയുന്നു, എന്നെക്കൊണ്ട് ഒരുപാട് ജനങ്ങൾ ഹിദായത്തിലേക്ക് വരാനുണ്ടതുകൊണ്ട് നീ കാഞ്ഞരമുറ്റത്ത് പോയിക്കോ, അവിടെ പോയി കുറച്ചിരിക്ക്, എന്നിട്ട് കുറേ ജനങ്ങൾ ഹിദായത്തിലാവട്ടെ, നിന്റെ കറാമത്തുകളൊന്നൊക്കെ ജനങ്ങൾ കാണട്ടെ. അള്ളാഹുവിൻ്റെ നൂറ്, അള്ളാഹുവിൻ്റെ നൂറ് എന്താണ് എൻ്റെ അടുത്തുള്ളത്? കറാമത്തുണ്ട്, അങ്ങനെ അള്ളാഹിൻ്റെ നൂറുണ്ടാവണം, എന്നാലേ കറാമത്തും ഒക്കെ മുഅ്ജിസത്തൊക്കെ ഉണ്ടാവുള്ളൂ. അത് നിറയുമ്പോഴാണ് ഉണ്ടാകുക. അത് മനുഷ്യൻ്റെ ശരീരത്തിൽ നിറയുമ്പോഴാണ് മുഅ്ജിസത്തും കറാമത്തും ഉണ്ടാകുക. ബഹുമാനപ്പെട്ട കരീമുല്ലാഹി മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം പോലെ ആ നൂറ് നിറഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്ത് തൗഹീദ് ചെല്ലാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചു. ഒരുപാട് കാലം ശുഐബ് നബിൻ്റെ നാട്ടിൽ പോയിട്ട് ആടിനെ മേക്കാൻ വേണ്ടി കാട്ടുകുട്ടി ഇറന്നിട്ടാണ് ചെല്ലിയപ്പോൾ താഴെ നിറഞ്ഞു 100 അഫ്ളലു മാ ഖുൽതു അനാ വന്നബിയൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, നല്ല പോലെ ചൊല്ലിക്കോ, ഇത് ഞാൻ മാത്രം ചെല്ലുന്നതല്ല, എൻ്റെ മുൻഗാമികളായിരിക്കുന്ന 1.25 ലക്ഷത്തിൽ പരം വരുന്ന അമ്പിയാക്കന്മാർ ചൊല്ലിയതാണ്. അഫ്ളലു മാ ഖുൽതു അനാ വന്നബിയൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പഠിപ്പിച്ചു അഷ്റഫുൽ ഖൽഖ്. എന്നിട്ട് പഠിപ്പിച്ചു നമ്മളോട്, നമുക്ക് അങ്ങനെ മുന്നറിയിപ്പ് തരികയും നമ്മളോട് കൽപ്പിക്കുകയും ചെയ്തു, ജദ്ദിദൂ ഈമാനക്കും വനവ്വിറൂ ഖുലൂബക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ചൊല്ലിക്കോ, നിന്റെ ഹൃദയം പ്രകാശിക്കും, നിന്റെ ശരീരം 100% കൊണ്ട് മാറും. ഉണ്ടോ? അപ്പോൾ നമ്മൾ ചെല്ലുന്ന ദിക്റുകളും സലാത്തുകളും ഖുർആനുകളുമൊക്കെ നമ്മളുടെ ശരീരം 100% അല്ലാഹുവിൻ്റെ പ്രകാശമായിക്കൊണ്ട് പ്രകാശമായിക്കൊണ്ട് മാറാത്ത കാലത്തോളം നമുക്ക് സ്വർഗത്തിൽ കടക്കാൻ സാധ്യമല്ല. അവിടെ ചത്തവും ചീഞ്ഞൊന്നും അവിടേക്ക് കയറ്റൂല. അവിടെ യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാതി യസ്അ നൂറുഹും, അവിടെ 100% പ്രകാശമായിരിക്കുന്ന മനുഷ്യനല്ലാതെ അഷ്റഫുൽ ഖൽഖിൻ്റെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് പോകൂല. അപ്പം അതുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് പഠിപ്പിച്ചു, ജദ്ദിദൂ ഈമാനക്കും വനവ്വിറൂ ഖുലൂബക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മളെ ശരീരവും നമ്മളുടെ ഈമാനും ഹിദായത്തുമൊക്കെ ഉണ്ടാവാനും നമ്മളെ ശരീരം ഈമാന് കൊണ്ട് നിറയാനും 100% പ്രകാശമായിക്കൊണ്ട് മാറാനും നമ്മൾ മഹ്ശറി സ്വർഗത്ത് ചെല്ലുമ്പോൾ നമ്മൾ 100% മാറാനും നമ്മൾ സ്നേഹിക്കുന്നവരൊക്കെ ജനങ്ങൾ ഹിദായത്തിലേക്ക് വരാനും നമ്മളെ സന്താനങ്ങളും നമ്മളെ മക്കളും ഭാര്യ മക്കളൊക്കെ ഹിദായത്തിലേക്ക് വരാനൊക്കെ നമ്മൾ 100% മാറണം. അങ്ങനെ ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു ഒരുപാട് കാലം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ആ ദിക്ർ ചെല്ലാൻ വേണ്ടി കൽപ്പിക്കുകയും അത് ചൊല്ലുകയും ചൊല്ലി നിറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന വരുന്നു, മൂസാ നബി ഇനി ഫിറഔൻ്റെ അടുത്തേക്ക് പോകണം, ഇനി ഫറവ ചക്രവർത്തിൻ്റെ അടുത്തേക്ക് പോകണം, അവൻ വലിയതായിരിക്കുന്ന വാലിമാണ്, അക്രമിയാണ് എന്ന്. അങ്ങനെ അഷ്റഫുൽ ഖൽഖിന് മൂസ നബി അലൈഹി ഇസ്ലാമിന് പേടി വന്നു. പേടിച്ചപ്പോൾ അള്ളാഹു പേടിപ്പല്ലാത്ത ഖാഫ്, ഒന്നും പേടിക്കണ്ട, എൻ്റെ കൈ ഇവിടെ നിന്ന് വെച്ചാ ഞാൻ വെച്ചു. അങ്ങനെ വെച്ചിട്ടൊന്നും എടുത്തിട്ട് കാണിച്ചപ്പോൾ അതൊന്നു പ്രകാശിച്ചു വിട്ടാൽ ആ കയ്യിലൊരു വടി കൊടുത്തിരുന്നു ശുഐബ് നബി അലൈഹി സ്വലാം. എന്തിനു വേണ്ടിയിട്ടാണ് കൊടുത്തിരുന്നത്? ആട്ടിന് ചപ്പും ചമ്മറൊക്കെ തട്ടി അടിച്ച് കൊയ്ച്ചു കൊടുക്കാനും അത് ഇരിക്കുമ്പോൾ വല്ലാണ്ട് ക്ഷീണം പിടിച്ചുമ്പോൾ ഒന്ന് കുത്തിയിരിക്കാനൊക്കെ പറ്റിയൊരു വടിയായിരുന്നു. അതൊന്നും ഇടാൻ പറഞ്ഞപ്പോൾ അതിങ്ങനെ പാമ്പായിട്ട് അത് വലിയൊരു പാമ്പായിക്കൊണ്ട് ഇങ്ങോട്ട് എണീച്ചു നിന്നു. പിടിക്കാൻ വേണ്ടി പിന്നെ കൊറാച്ചിരിയാണ് പിടിക്കാൻ വേണ്ടി ഈ പാമ്പാട്ടിയാൽ പിടിക്കണമാതിരി അഷ്റഫുൽ മൂസ നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹ് പറഞ്ഞു പിടിക്കുമെന്ന് പറഞ്ഞു. പേടി, പാമ്പല്ലേ, ലാ തഖാഫ്, ഒന്നും പേടിക്കണ്ട, പിടിച്ചു. ഇതൊക്കെ പിന്നെ വടിയായിക്കൊണ്ട് മാറി. ഇങ്ങനെയുള്ള 9 മുഅ്ജിസത്തുകൾ കൊടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി ഇസ്ലാമിനെ ഫറവ ചക്രവർത്തിൻ്റെ അടുത്തേക്കാക്കുന്ന സിഹ്റുമാത്തിനാക്കാൻ 70 സാഹിറന്മാരും 70,000 സാഹിറന്മാരെന്നും ബഹുമാനപ്പെട്ട തഫ്സീറുകൾ കാണാൻ സാധിക്കുന്ന അത്തരം സാഹിറന്മാരെ കൊണ്ട് ഭരണം നിലനിർത്തിയതാണ്.
അവൻ്റെ അക്രമിയാണ്, അവൻ ലാലിമാണ്, അവൻ അക്രമിയാണ്, അവൻ ലാലിമാണ്. അതുകൊണ്ട് അവന് അല്ലാഹുവിൻ്റെ മുഅ്ജിസത്ത് കൊണ്ടല്ലാതെ ഈ കാലഘട്ടത്തിലുള്ളതായിരിക്കുന്ന സിഹറുകളും മാരണങ്ങളും മാട്ടുകളും ദീനിൻ്റെ സ്ഥാപനങ്ങളും നിലനിർത്താൻ ഒരു ശക്തിക്കും സാധ്യമല്ല. അതൊന്ന് പിടിച്ചോളി, അതൊന്ന് മനസ്സിലാക്കിക്കോളി. ഈ കാലഘട്ടത്തിൽ ഒരു സ്ഥാപനം ദീനിൻ്റെ സ്ഥാപനമായിട്ട് നിലനിർത്താൻ, അതല്ലെങ്കിൽ ശത്രുവിൻ്റെ ഷറിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലാഹുവിൻ്റെ മഹത്തുക്കളുടെ മുഅ്ജിസത്ത് കറാമത്തുകളെ കൊണ്ടല്ലാതെ, അല്ലാഹുവിൻ്റെ ഔലിയാക്കളെ കൊണ്ടല്ലാതെ, അല്ലാഹുവിൻ്റെ വിനായത്തുള്ളതായിരിക്കുന്ന ഉഖ്റവിയായിരിക്കുന്ന ആലിമീങ്ങളെ കൊണ്ടല്ലാതെ, ഉഖ്റവിയായിരിക്കുന്ന ആലിമീങ്ങളെ കൊണ്ടല്ലാതെ സാധ്യമല്ല. ومن تعلم علما ومن تعلم علما أعطى الله أجره. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന അൽ മുഹയാത്തുൽ ഇസ്ലാം, ഇൽമില്ലാത്തവനക്ക് ദീൻ ഉണ്ടാക്കാൻ കഴിയൂല, ഇസ്ലാം ഉണ്ടാക്കാൻ കഴിയൂല. അപ്പോൾ ഒരുത്തൻ ഇൽമ് പഠിച്ചു കഴിഞ്ഞാൽ അത്തമല്ലാഹു അജ്റഹു, അതിൻ്റെ കൂലി അല്ലാഹു കൊടുക്കും. അവിടെ എത്ര പറഞ്ഞു വെച്ചു. പിന്നെ മറ്റൊരു ഹദീസിൽ പറഞ്ഞ് വമൻ തഅല്ലമ ഇൽമൻ വഅമില ബിഹി, ഒരു ഇത്തൻ ഇൽമിനെ പഠിക്കുകയും അതനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്താൽ അല്ലമല്ലാഹു മാ ലം യഅലം. അപ്പോഴാണ് അതാണ് മുഅ്ജിസത്തും കറാമത്തും ഒക്കെ. അള്ളാഹുവിൻ്റെ നൂറാനിയത്ത്, അള്ളാഹുവിൻ്റെ ഇൽമ് അവനക്ക് കിട്ടും. ഇതാണ് പഠിപ്പിച്ചത് അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി. മനസ്സിലായില്ലേ? അപ്പോൾ പഠിച്ചാൽ പഠിച്ചത് കൊണ്ട് പ്രവർത്തിക്കണം. ദുന്യാവിൻ്റെ വേക്ക് പായാൻ പാടില്ല, പണത്തിന് വേണ്ടിയിട്ട് പോയാൽ. ദുന്യാവ് മുഖ്യാവശ്യമായിട്ട് കണക്കിലെടുക്കുന്നവൻ ആലിമാവൂല, ഓൻ ഉഖറവി ആലിമാവൂല, ഓൻ ഉലമാ സൂഇലേ പെടുള്ളൂ. മനസ്സിലായി? ഓൻ തീ നടത്തിയാൽ നാട് പസാദായി, ഓൻ്റെ ആര് സ്നേഹിച്ചൊക്കെ പസാദായി. ഇങ്ങനെ ഉണ്ടായി. അവൻ്റെ അറിവ് അവനക്ക് കിബറും അസൂയും പിത്തരയും പസാദും അല്ലാതെ വേറെ ഒന്നും ഉണ്ടാക്കൂല. അപ്പോൾ വമൻ തഅല്ലമ ഇൽമൻ വഅമില ബിഹി അല്ലമല്ലാഹു മാ ലം യഅലം. അതാണ് ഉഖ്റവിയായിരിക്കുന്ന ആലിമിൻ്റെ സിഫത്ത്. അത് ഒരുത്തനക്കുണ്ടായ പഠിച്ചതനുസരിച്ച് കൊണ്ട് പഠിച്ച് അമൽ ചെയ്താൽ, ആരെയും ഉൽമ ചെയ്യാതെ ദീനിന് വേണ്ടിയിട്ട് പഠിക്കുക. അവൻ്റെ നിയ്യത്ത് ശരിയാവണം, ദീനിന് വേണ്ടിയിട്ട് പഠിക്കണം, അല്ലാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി പഠിക്കണം, അവനെ സ്നേഹിച്ചവരൊക്കെ സന്മാർഗത്തിലാവണം. പണത്തിന് വേണ്ടി സ്നേഹിക്കരുത്, അത് ഒരു കാര്യമൊന്നുമില്ല, അതിൽ വലിയ കാര്യമൊന്നുമില്ല. അതുണ്ടെങ്കിൽ ഉള്ളവനൊക്കെ ശത്രുവായി മാറും ജനങ്ങൾ എന്നല്ലാണ്ട് ഒരു കാര്യമില്ല. അപ്പോൾ വമൻ തഅല്ലമ ഇൽമൻ വഅമില ബിഹി അല്ലമല്ലാഹു മാ ലം യഅലം. അങ്ങനെ അല്ലാഹു പഠിപ്പിച്ച അല്ലാഹുവിൻ്റെ മഹത്തുക്കൾ അവർക്കല്ലാതെ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധമായിരിക്കുന്ന ദീനിൻ്റെ അന്തസ്സിനെ നിലനിർത്താൻ സാധ്യമല്ല. ഒക്കെ പൊളിഞ്ഞു പോവും, പസാദായിപ്പോവും. സിഹറുകളെ കൊണ്ട്, സാഹിറന്മാരെ കൊണ്ടാണ് ഇന്നത്തെ ലോകം സ്ഥിതി ചെയ്യുന്നത്. അതിനുവേണ്ടി പറയാം, വേറെ ഒന്നും ഉണ്ടായിട്ട് പറയുന്നത്. ഇത് പണ്ടുള്ള പാരമ്പര്യമാണ്. ഈ പാരമ്പര്യം കഴിഞ്ഞു പോയ അമ്പിയാക്കന്മാരുടെ പാരമ്പര്യമാണ്. അങ്ങനെ 70, 100, 70,000 എന്നൊക്കെ പറയപ്പെടുന്ന സാഹിറന്മാരുള്ളതായിരിക്കുന്ന പറവ ചക്രവർത്തിയുടെ അടുത്തേക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാമിന് അവരുടെ ശരീരം 100% പ്രകാശമാക്കിക്കൊണ്ട് പറഞ്ഞയക്കുന്ന അവിടെ നേരത്തെ നമ്മളെ പ്രസംഗത്തിൻ്റെ പ്രസംഗത്തിൽ നിന്ന് കേട്ടതുപോലെ അങ്ങനെയെല്ലാം ചെയ്തു. അവരപ്പുറപ്പുറം പിന്നെ വലിയ പോർക്കളങ്ങളൊക്കെ ഉണ്ടാക്കി, ചടങ്ങുകളൊക്കെ ഉണ്ടാക്കിയിട്ട് അവരെ മറ്റ് ഫിറഔൻ്റെ സാഹിറന്മാരുടെ സിഹറുകളും മൂസ നബി അലൈഹി സ്വലാമിൻ്റെ മുഅ്ജിസത്തിൻ്റെ വടികളൊക്കെ ഇടാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ മൂസ നബി അലൈഹി സ്വലാമിൻ്റെ പിന്നെ ഫിറഔൻ്റെ ജനങ്ങളുടെ സിഹറാകുന്ന വടിയും കയറുമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പാമ്പായിട്ട് ഇങ്ങനെ എണീച്ച് നിന്നപ്പോൾ മൂസ നബി അലൈഹി സ്വലാമിൻ്റെ വടി അങ്ങോട്ടിട്ടപ്പോൾ അതങ്ങോട്ട് പിടിച്ച് മുഴുവത്തിനെയാണ് മുണങ്ങി. മുഴുവത്തിനെ അങ്ങോട്ട് മുണങ്ങി. അതാ മൂസ നബി അലൈഹി സ്വലാം പറഞ്ഞു, വലിയ മാരിബുന്നു ഹറായം. എനിക്ക് വേറെയും കുറേ കാര്യമുണ്ട്. ആടിന് ചപ്പ് കൊടുത്ത് അച്ചു കൊടുക്കുന്ന മാത്രമല്ല, ഇരിക്കുന്നതല്ല, വേറെ അതുകൊണ്ട് പല കാര്യങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉദ്ദേശിച്ചിട്ടുണ്ട്. അതാ കാര്യം. അങ്ങനെ ഫിറഔൻ്റെ സിഹറിനൊക്കെ പിടിച്ച് മുണങ്ങി. കൈയൊന്നെടുത്തിങ്ങനെ സദസ്സിലേക്ക് എങ്ങനെയാണ് കാണിച്ചു കൊടുത്തപ്പോൾ
6,70,000 ജനങ്ങൾ സെക്കൻഡ് വെച്ചുകൊണ്ട് പറയുന്നു കാലു ആമന്നാ ബി റബ്ബി മൂസാ വ ഹാറൂൻ. 6,70,000 വരുന്ന ജനങ്ങൾ ആ പ്രകാശത്തിൻ്റെ കയ്യങ്ങോട്ട് കണ്ടപ്പോൾ പറയുന്നു കാലു ആമന്നാ ബി റബ്ബി മൂസാ വ ഹാറൂൻ. കണ്ടോ, അതാണ് മൈജിസത്ത്, അതാണ് കർമ്മം. ഒക്കെ ഇസ്ലാമിലേക്കാണ് വന്നു. ഇവരൊക്കെ മുമ്പ് മറ്റൊരു ഷെഹർ കൊണ്ടിട്ടൊക്കെ അടിച്ചു കൂട്ടി വളച്ചു കൂട്ടിയിട്ട് ഫിർഔന്റെ സൈന്യങ്ങളാക്കിയിട്ട് വെച്ചതായിരുന്നു. അവിടുത്തെ മൊയ്ജിസത്ത് അനുമതി ഒരണുമണി തൂക്കം അങ്ങോട്ട് ഉദ്ദേശിച്ചപ്പോൾ അങ്ങോട്ട് പരിമാറിയപ്പോൾ 6,70,000 വരുന്ന ജനങ്ങൾ പറയുന്നു കാലു ആമന്നാ ബി റബ്ബി മൂസാ വ ഹാറൂൻ. ഫിർഔനല്ല ശരിയായിരിക്കുന്ന പടച്ചവന്, ഞങ്ങൾ അതല്ല ശരി, മൂസാ നബിൻ്റെയും ഹാറൂൻ നബിൻ്റെയും റബ്ബിനെ കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചു. ആസിയ ബീവിയും വിശ്വസിച്ചു. മൂസാൻ്റെ കയ്യും പടിയതും ഷെഹറല്ല, മുഅ്ജിസത്താണ്, അതെനിക്ക് സംശയമില്ല. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂസാ റസൂലുള്ളാഹ്. എന്തെല്ലാം അക്രമങ്ങൾ ചെയ്തു, ഒരു കാര്യം കിട്ടിയില്ല. അസ്ബീബിയെ അല്ലോ, അതാണ് ഈമാൻ, അതാണ് അല്ലാഹുവിൻ്റെ നൂർ. അപ്പം ഇങ്ങനത്തെ നൂറാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ നൂറ് അള്ളാഹുവിൻ്റെ മഹത്തുക്കളിൽ നിന്ന്, അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ നിന്ന് കിട്ടി. നമ്മൾ വെറും ബുദ്ധിമുട്ട് പറയാൻ പോണ കൂട്ടരല്ല ഓര് പൊട്ടന്മാർ. നമ്മൾ വിഷമം ബേജാറും പറഞ്ഞിട്ട് അങ്ങനെയല്ല അങ്ങനെയാണ് ഇങ്ങനെ മറ്റാന്ന് ഇതിനു വേണ്ടിയിട്ട് ഡോക്ടർമാരുടെ സ്ഥാനത്ത് തന്നെയാണ് ഇപ്പോൾ ജനങ്ങൾ അള്ളാഹുവിൻ്റെ മഹാന്മാരെയും കാണുന്നത്. അവരടുത്തുള്ളത് അള്ളാഹുവിൻ്റെ നൂറാണ്, അള്ളാഹുവിൻ്റെ മലായികത്തീങ്ങളാണ്. ഇവിടെ കിടക്കുന്ന മഹാൻ ഇവിടെ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. 150-200 വർഷം മുമ്പ് വന്ന മഹാന് നാം അവന് പറയപ്പെടുന്നത്. മനസ്സിലായി? ഖുർആൻ പഠിപ്പിക്കാൻ വന്നത് അത്തരം മമ്പറന്തങ്ങളെ വഴിയിൽ കൂടി വന്നതാണ്. നമ്മളെ ഇവിടുത്തെ കമ്മുസൂഫി ഇവിടെ കണ്ടല്ലോ, തെയ്യോട്ട് ചെറിയിലും ഓരൊക്കെ കൂട്ടുകാരാണ്. അപ്പം ഇങ്ങനത്തെ മഹാനാണ് ഇവിടെ കിടക്കുന്നത്. അപ്പം അവിടെ നമ്മൾ ചെന്നിട്ട് മൂപ്പർക്ക് പണ്ടുള്ള ജോലിയാണ് ഖുർആൻ പഠിപ്പിക്കൽ. അപ്പം ഇന്നും നമ്മൾ അതിലേക്കാണ് നമ്മൾ വീണ്ടും തുടങ്ങി വെച്ചത്. കുട്ടികൾക്ക് ഖുർആൻ പഠിപ്പിക്കൽ കുട്ടികൾക്കാണല്ലോ. അപ്പം ഇന്നും ആ പാരമ്പര്യമാണ് നമ്മൾ തുടങ്ങി വെച്ചതെന്നുണ്ട്. മഹാനവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിയാണത്. അതുകൊണ്ട് അവരെ സഹായം ആശീർവാദമൊക്കെ ഉണ്ടാവും. 150 വർഷത്തിൽ കൂടുതൽ 200 ഉള്ളിലായിട്ടുണ്ട് എന്നാണ് ഉപരോട് ഒന്ന് കിടന്നിട്ട്. പേരൊക്കെ ഇപ്പം നമ്മളവിടെ എഴുതി വെച്ചല്ലോ, പേരൊക്കെ അവിടെ എഴുതി വെച്ച്. അപ്പം അങ്ങനത്തെ മഹാന്മാർ മഹത്തുക്കൾ അത് അള്ളാഹുവിൻ്റെ നൂറാണ്, അള്ളാഹുവിൻ്റെ പ്രകാശമാണ്. അള്ളാഹുവിൻ്റെ മഹത്തുക്കൾ ഇങ്ങനെ 100-100 ഓരോ സ്ഥലത്തും ഓരോരുത്തരെ സ്ഥാപിക്കപ്പെടുന്നത്. അങ്ങനെ 100-100 സ്ഥാപിച്ചു ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ ചിശ്തി തങ്ങൾ. എത്ര മഹാന്മാർ, എത്ര ഔലിയാക്കളെയാണ്, എത്ര നിറഞ്ഞ 100ൻ്റെ കുടങ്ങളാണ് ഓരോ ഭാഗത്ത് നിറക്കപ്പെട്ടിട്ടുള്ളത്. അതിലെ വളരെ പ്രധാനപ്പെട്ടതാകുന്നു ബഹുമാനപ്പെട്ട ഹാജറമുറ്റം ഫരീദ ഔലിയ എന്ന് പറയപ്പെടുന്നത്. മൂപ്പര ജീവിതകാലത്ത് 800 വർഷം മുമ്പ് മൂപ്പർക്ക് ധാരാളം ഹിദമത്തെടുത്ത് ഹാദിമായി കൊണ്ട് അവിടുത്തെ പൊരുത്തം കരസ്ഥമാക്കിയിട്ട്, ഖാദിമാണെങ്കിൽ വെച്ച് പണിയുണ്ട്. വെറുതെയാണ് ഞാനും ഖാദിമാൻ്റെ കാര്യമൊന്നുമില്ല, അത് കുറച്ച് പണിയുണ്ട്. അത് വലിയ പ്രയാസപ്പെട്ട സംഗതിയാണ്. അങ്ങനെ പൊരുത്തം കരസ്ഥമാക്കിയിട്ട് 100-100 നിറഞ്ഞു വന്നപ്പോൾ അവിടുന്ന് പറഞ്ഞു ദാക്ക മസ്കനുക്ക ദാക്ക മധുഫനുക്ക, ഞാൻ പോയിട്ട് ആ കാഞ്ഞിരമുറ്റം പോയിട്ട് അവിടെ പോയിട്ട് താമസിക്കും. അതിൻ്റെ മുഅ്ജിസത്തും കറാമത്തും പറഞ്ഞാൽ അവിടെ പ്രത്യക്ഷപ്പെടട്ടെ, എന്നിട്ട് ജനങ്ങളൊന്ന് മനസ്സിലാക്കട്ടെ. ഒരുപാട് ജനങ്ങൾ ഹിദായത്തിലായി പോട്ടെ. അവരതിന് കൽബുകൊണ്ട് സ്നേഹിക്കണം, കൽബുകൊണ്ട് സ്നേഹിക്കണം. ഇസ്ലാമിൻ്റെ പാരമ്പര്യം കൽബ് കൊണ്ടാണ്. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം അഷ്റഫുൽ ഖൽഖിന് 100 കൊടുത്തത് കൽബ് കൊണ്ടാണ്, റഹത്ത് കൊണ്ടാണ്. മനസ്സിലായില്ല? അപ്പം അതിൽ കൂടി വയ്യദഹു ബിറൂഹിൽ ഖുദ്സ്, അതിൽ കൂടിയാണ് ശക്തിപ്പെടുത്തിയത്. അതിൽ കൂടിയാണ് അല്ലാഹുവിൻ്റെ മഹത്തുക്കളുടേതായിരിക്കുന്ന പാരമ്പര്യമൊക്കെ വരുന്നത്. അങ്ങനെ ചുരുക്കി പറയാം, നിങ്ങളിപ്പോൾ കേൾക്കാനാണല്ലോ കാത്തിരിക്കുന്നത്. മൂപ്പര് അവിടെ വന്നിട്ട്
താമസിച്ചു. അവിടെ ഇരുന്ന് പിന്നെ ജനങ്ങൾ അങ്ങോട്ട് വരാൻ തുടങ്ങി. എന്തൊക്കെയാണ് ജനങ്ങൾക്ക് ആവശ്യം എന്നൊന്നും പറയണ്ട. എന്തൊക്കെ പല ജാതി മാറാവ്യാധി രോഗങ്ങളൊക്കെ വന്ന് പറയാൻ തുടങ്ങിയപ്പോൾ മൂപ്പര് ആ കാഞ്ഞിരത്ത് ഒന്നും നിവർത്തില്ല, ഞാൻ പിന്നെ എന്താ ചെയ്യാന്ന്, ആ കാഞ്ഞിരത്തിൻ്റെ ഇലയൊക്കെ കൊണ്ടുപോയിട്ടാണ് തിന്നൂടെ, എൻ്റെ രോഗമൊക്കെയാണ് മാറട്ടെയാണോ തീറ്റി, എല്ലാവരും തിന്നുവോ. മൂപ്പര് കൊടുത്തു നോക്കുമ്പോൾ അത് നല്ല മധുരം, കാഞ്ഞിരം യാതൊരു കയ്പില്ല. എന്തുകൊണ്ടാണ് അത് മധുരം കയ്പുള്ള സാധനം? കയ്പ് മാത്രമല്ലാതെ കാഞ്ഞിരത്തിൽ എന്താണ് മധുരത്തിൻ്റെ അംശമുള്ളത്? ഏതെങ്കിലും ഒരു സാധനം ഉണ്ടോ അതിൽ കയ്പല്ലാത്തത്? ഒന്നുമില്ല. ഓറഞ്ച് മരാണെങ്കിൽ ഓറഞ്ച് എന്ന് പറയുന്ന സാധനം അതിൻ്റെ ഉള്ളിലെ പഴം മാത്രം, തൊലി കളഞ്ഞ പഴം മാത്രം മധുരമാണ്, മറ്റുള്ളത് മുഴുവനും കയ്പാ. തൊലി കയ്പ്, മരം കയ്പ്, എലിയും കയ്പ്, മുള്ളും കയ്പ്, എല്ലാം കയ്പ്. ഓറഞ്ച് മാത്രം തിന്ന് നോക്കിയാൽ പോരെ, നമ്മളതൊന്ന് പഠിച്ചുമുള്ളതിനെ പറ്റി. അങ്ങനെ അതിൽ ഈ പഴം മാത്രമാണ് ഓറഞ്ച് എന്ന് പറഞ്ഞാൽ ആ തൊലിൻ്റെ ഉള്ളിലുള്ള സാധനം മാത്രം മധുരം, മറ്റതൊക്കെ കയ്പ്. കാഞ്ഞിരത്തിൽ കയ്പല്ലാത്ത എന്തെങ്കിലും ഒരു സാധനമുണ്ടോ? എന്നാൽ കാഞ്ഞിരമുറ്റത്തുള്ളതായിരിക്കുന്ന കാഞ്ഞിരം മധുരമല്ലാത്തൊരു സാധനം അവിടത്തിലില്ല. അതെന്തുകൊണ്ടാണ്? ബഹുമാനപ്പെട്ട മുഅ്ജിസത്ത് കൊണ്ടാണ്, അത് കറാമത്ത് കൊണ്ടാണ്, അല്ലാഹുവിൻ്റെ ഔലിയാക്കളുടെ കറാമത്താണ്, അത് അല്ലാഹുവിൻ്റെ നൂറാണ്, അത് ഖാജ റളിയല്ലാഹു അൻഹു നിറച്ചു കൊടുത്തതാണ്. അങ്ങനെ എല്ലാ രോഗത്തിനും നീ തിന്നു, നിന്റെ രോഗങ്ങളൊക്കെ മാറിപ്പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അതങ്ങോട്ട് പോയി തിന്നു. ഇലകളൊക്കെ പറിച്ചു തിന്ന്, അവസാനം തൊലികളൊക്കെ പറിച്ചു തിന്ന്, മരങ്ങളൊക്കെ മുറിച്ചു തിന്ന്, വേരടക്കം പറിച്ചു നിന്ന് അവസാനം കാഞ്ഞിരമുറ്റം മാത്രമായി, മുറ്റം മാത്രം അവിടെ ബാക്കി വെച്ച് അത് തിന്നില്ല. ഇതാണ് അല്ലാഹുവിൻ്റെ മഹത്തുക്കളുടെ കറാമത്ത്, മുഅ്ജിസത്ത്, അല്ലാഹുവിൻ്റെ മഹത്തുക്കളുടെ നൂറാനിയത്ത് എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ പരിശുദ്ധ ഖുർആൻ കൊണ്ടിട്ട് കിട്ടിയ നേട്ടമാണ്, ദിക്റുകളെ കൊണ്ട് കിട്ടിയതായിരിക്കുന്ന നേട്ടമാണ്. അപ്പം അതുകൊണ്ട് وَنُنَزِّلُ مِنَ الْقُرْآنِ مَا هُوَ شِفَاءٌ وَرَحْمَةٌ لِّلْمُؤْمِنِينَ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, നിങ്ങൾക്ക് നൽകിയതായിരിക്കുന്ന ഖുർആൻ അത് അല്ലാഹുവിൻ്റെ റഹ്മത്താണ്, അനുഗ്രഹമാണ്. മാ ഹുവ ശിഫാഉൻ, അത് എല്ലാത്തിനും ഒന്നടക്കം ശിഫയാണ്. ശിഫയല്ലാത്ത ഒന്നും അതിലില്ല. മനസ്സിലായി? ആർക്ക്? മുഅ്മിനീങ്ങൾക്ക് നിബന്ധന വെച്ചു അല്ലാഹ്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ. കണ്ടോ? അപ്പോൾ അതിൽ ശിഫയല്ലാത്ത ഒന്നുമില്ല, നൂറല്ലാത്തൊന്നുമില്ല, റഹ്മത്തല്ലാത്ത ഒന്നുമില്ല. ആർക്ക്? മുഅ്മിനീങ്ങൾക്ക് മാത്രം. മുഅ്മിനീങ്ങൾക്ക് ഈമാൻ ഷറത്താക്കി. മനസ്സിലായി? അല്ലാത്തവരെ സംബന്ധിച്ചോ അല്ലാഹ് പറഞ്ഞു, യഹ്ദീ ബിഹി കസീറൻ വയളില്ലു ബിഹി കസീറാ. കോടാനക്കോടി ജനങ്ങൾ ഹിദായത്തിലാകുന്നത് പരിശുദ്ധ ഖുർആൻ കൊണ്ടാണ്. കോടാനക്കോടി ജനങ്ങൾ വഴിതെറ്റിപ്പോകുന്നതും പരിശുദ്ധ ഖുർആൻ കൊണ്ടാണ്. ഉണ്ടോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിബന്ധന വെച്ച് അത് ഈമാനുള്ളവന് അല്ലാത്തവനക്ക് നേരെ പേച്ചു. അപ്പം അതുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് പറയുന്നു, ഇങ്ങനത്തെ അന്തസ്സും അഭിമാനമുള്ളതായിരിക്കുന്ന പരിശുദ്ധ ഖുർആൻ, അല്ലാഹുവിൻ്റെ നൂറായിരിക്കുന്ന പരിശുദ്ധ ഖുർആൻ, ഇതൊക്കെ ഒരു കാലത്ത് എൻ്റെ ഉമ്മത്തീങ്ങൾ സയഹ്തി സമാനുൻ അലാ ഉമ്മത്തി ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ലാ ഇസ്മുഹു. എൻ്റെ ഉമ്മത്തീങ്ങളുടെ മേലൊരു കാലം വരുന്ന, ദുനിയാവ് മാത്രം അവർക്ക് ആഗ്രഹിക്കുന്ന ഒരു കാലം വരുന്നുണ്ട്. അവരുടെ അക്ബർഹം മുഖ്യ ആവശ്യം പൈസയും പണവും ജീവിതമാർഗവുമാണ്, ഇസ്ലാം മാർഗമല്ല. പണ്ടിവിടെ ഇസ്ലാം മാർഗം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ജീവിതമാർഗം എന്ന് പറയുന്നതായിരിക്കുന്നൊരു മാർഗമില്ല. അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചു, ലാ തജ്അലിദ് ദുനിയാ അക്ബറ ഹമ്മിനാ. പടച്ചവനെ, ഞങ്ങൾക്ക് ദുനിയാവിൻ്റെ ജീവിതം ഒരു മുഖ്യ ആവശ്യമാക്കല്ലേ. ഞങ്ങൾ വഴിതെറ്റിപ്പോകുന്നു, അത് ഞങ്ങൾ വഴിതെറ്റിപ്പോകുന്ന വഴിയാണ്. അതുകൊണ്ട് ലാ തജ്അലിദ് ദുനിയാ അക്ബറ ഹമ്മിനാ വലാ തജ്അലിദ് ദുനിയാ അക്ബറ ഹമ്മിനാ വലാ മബ്ലഗ ഇൽമിനാ. പടച്ചവനെ, ഇൽമിൻ്റെ മദ്ഹറാക്കല്ലേ,
തേടിപ്പിടിക്കുന്നതായിരിക്കുന്ന ഉത്തുൽബുൽ ഇൽമ വലൗ ബിസ്സീൻ. തേടി ഒരു മനുഷ്യൻ ജീവിതത്തിൽ ആഗ്രഹിക്കേണ്ട കാര്യം, അവൻ തേടിപ്പിടിക്കേണ്ടതായിരിക്കുന്ന കാര്യം ദീനാണ്, ഇൽമിൻ്റെ മേഖലയാണ്. ആ സ്ഥാനം ജനങ്ങൾ ഇന്ന് പൈസയും പണയും തേടിക്കൊണ്ടിട്ട് ജനങ്ങൾ തേടുന്നു. ജീവിതമാർഗത്തിന് വേണ്ടി, പണത്തിന് വേണ്ടിയിട്ട് അവൻ എവിടൊക്കെ പോയിട്ട് ഹലാക്കാകുന്നു, എങ്ങനെയൊക്കെയോ അവൻ പോയിട്ട് ഹലാക്കിയത്തിൻ്റെ പൈസ ഉണ്ടാക്കുന്നു. അത് തിന്നുകൊണ്ട് അവൻ്റെ കുടുംബങ്ങൾ നശിച്ചു പോകുന്നു. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുന്നു. എങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് തേടിപ്പിടിച്ചുകൊണ്ട് ഇൽമിനെ തേടാൻ പറഞ്ഞ സമയത്ത് ഇൽമിനെ തേടാതെ ദുനിയാവിനെ തേടിക്കൊണ്ട് നമ്മൾ പോയിട്ട് എങ്ങനെയെങ്കിലും നമ്മൾ പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പൈസ നമ്മളെ മക്കളും കുടുംബങ്ങളും തിന്നാൽ അവനും പൈസ ഉണ്ടാക്കുന്നവനും പേച്ചു പോകുന്നു, അവൻ്റെ മക്കളും ഭാര്യയും പേച്ചു പോകുന്നു. അതുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് പഠിപ്പിച്ചു, ലാ തജ്അലി ദുനിയാ അക്ബറ ഹമ്മിനാ വലാ തജ്അലി ദുനിയാ ലാ തജ്അലി ദുനിയാ അക്ബറ ഹമ്മിനാ വലഹാ മബ്ലഗ ഇൽമിനാ വലാ തുസല്ലിത് അലൈനാ മൻ ലാ യർഹമുനാ. ഇൽമിൻ്റെ മബ്ലഗ് നമ്മൾ അത് ദുനിയാവിൻ്റെ മബ്ലഗാക്കി കഴിഞ്ഞാൽ നമുക്ക് ലോകം മുഴുവനും ശത്രുക്കളാകുന്നു, നമുക്ക് ലോകം മുഴുവനും ശത്രുക്കളാകുന്നു. അഷ്റഫുൽ ഖൽഖ് സൂചിപ്പിക്കുന്നു, വലാ തജ്അലി ദുനിയാ അക്ബറ ഹമ്മിനാ വലാ മബ്ലഗ ഇൽമിനാ അല്ലാഹുമ്മ ലാ തുസല്ലിത് അലൈനാ മൻ ലാ യർഹമുനാ. അങ്ങനെ ദീനിൻ്റെ മബ്ലഗ് നമ്മൾ ദീനിനെ വിട്ടുകൊണ്ട് കളിച്ചാൽ, ദീന് കൊണ്ട് നമ്മൾ ദുനിയാവിൻ്റെ വകുപ്പാക്കിക്കൊണ്ട് മാറ്റിയെടുത്താൽ ദുനിയാവ് മുഴുവനും നമുക്ക് ശത്രുക്കളാകുന്നു, ദുനിയാവിൽ മുഴുവനും നമുക്ക് ശത്രുക്കളാകുന്നു, നമുക്ക് മിത്രുക്കളില്ലാതെ വരുന്നു. ദീനിനെ ദീനാക്കിക്കൊണ്ട് മാറ്റിക്കഴിഞ്ഞാൽ എല്ലാ ജനങ്ങളും നമ്മളെ സ്നേഹിക്കുന്ന ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ ചിശ്തി തങ്ങളെപ്പോലെ, ഇവിടെ കിടക്കുന്ന മഹാനെപ്പോലെ ഇവിടെ ആരാണ് അധികം വരുന്നത്? ഈ നാട്ടിലുള്ള പണ്ടുള്ള മുസ്ലിമീങ്ങൾ ശെട്ടിയന്മാരാ. ഓല പൈസയാണ് ഇവർ. കമ്മിറ്റിക്കാരോട് ചോദിക്കി. അപ്പം എന്തുകൊണ്ട്? അപ്പം അത് അള്ളാഹുവിൻ്റെ മദ്ഹറാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിനെ നമ്മൾ അള്ളാഹുവിൻ്റെ ദീനാക്കിക്കൊണ്ട് ദീനിൻ്റെ മദ്ഹറാക്കി കഴിഞ്ഞാൽ ലോകം മുഴുവനും നമുക്ക് മിത്രുക്കളാകും, നമ്മളെ സ്നേഹിക്കുന്ന, ജാതി മതമില്ലാതെ നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളായി കഴിഞ്ഞാൽ എല്ലാവരും നമുക്ക് ഗുണം ചെയ്യുന്നു. ഇവിടെ ശത്രുയില്ല, തീവ്രവാദിയില്ല, വർഗീയതവാദിയില്ല. നല്ല ഭരണം നമുക്ക് തരുന്നു അള്ളാഹു, നല്ല ഭരണം നമുക്ക് തരുന്നു. അപ്പം നമ്മൾ പരിധി വിട്ട് കഴിഞ്ഞു. നമ്മളുടെ ജീവിതമാർഗം നമ്മളെ നാട് പമ്പ കടത്തി എവിടേക്കാണ് എത്തിച്ചത് എന്ന് നമുക്ക് തന്നെ അറിയുന്നില്ല. ഈ രീതി വന്നപ്പോൾ ദുനിയാവ് മുഴുവനും നമുക്ക് ശത്രുക്കളായി. കണ്ടോ? അപ്പം ഇത് അഷ്റഫുൽ ഖൽഖ് തുടങ്ങി നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ലാ തജ്അലി ദുനിയാ അക്ബറ ഹമ്മിനാ വലാ മബ്ലഗ ഇൽമിനാ വലാ തുസല്ലിത് അലൈനാ മൻ ലാ യർഹമുനാ. കണ്ടോ? ഇതാണ് പഠിപ്പിച്ചത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ദീൻ, അള്ളാഹുവിൻ്റെ ഖുർആൻ അത് നമുക്ക് ഗുണമാവണം. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. മുഅ്മിനാകൾ നിബന്ധന വെച്ചു അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. അങ്ങനെ നിബന്ധന വെച്ച് കഴിഞ്ഞാൽ നിനക്ക് ഖുർആൻ നിനക്ക് മുഴുവനും ശിഫയാണ്. നിനക്കൊരു മാറാഹബിയാതി രോഗവും വരുന്നില്ല, നിനക്ക് വൈപ്പാസ് വരുന്നില്ല, നിനക്ക് മറ്റുള്ളത് വരുന്നില്ല. നീ മരിക്കാൻ അടുക്കുമ്പോൾ നിനക്ക് മുന്നറിയിപ്പ് തന്നുകൊണ്ട് ഇന്ന കാരണം കൊണ്ട് നീ മരിക്കുന്നു എന്ന് അറിയിക്കാൻ വേണ്ടി തരിക എന്നല്ലാതെ അത് വളരെ സന്തോഷത്തിലാണ്. അവൻ്റെ ഹൃദയം വളരെ സമാധാനത്തിലാണ്, സന്തോഷത്തിലാണ്. ഏത് സമയത്തും പടച്ചവനെ നീ എന്നെ മരിപ്പിക്കുകയാണെങ്കിൽ ഞാൻ അതിന് റെഡിയാണ് എന്നുള്ള വകുപ്പിൽ മുഅ്മിനീങ്ങൾ എത്തിക്കഴിയുമ്പോൾ, അവരെത്തിക്കഴിഞ്ഞാൽ അവൻ്റെ ഈമാൻ പൂർത്തിയായി, ഇവൻ 100ക്ക് 100ആയി. കണ്ടോ? അതാണ് 100ക്ക് 100. അപ്പോൾ അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, ജനങ്ങളെ, വിഡ്ഢികളെ, അമുക്കുകളെ, നിങ്ങൾ കുറേ പൈസ ഉണ്ടായാൽ നിങ്ങൾക്ക് കുറേ സമാധാനം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു, കുറേ കുടുംബം ഉണ്ടായാൽ സമാധാനം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു.
അല്ല, മക്കളില്ലാത്ത മക്കളുണ്ടായ ഒരു കുട്ടിണ്ടായെങ്കിൽ സമാധാനമായി. അള്ളാഹു സമാധാനം നൽകണം, അള്ളാഹു റഹ്മത്തിൻ്റെ മക്കളാക്കണം. എന്തേ മൂസ നബി അലൈഹി സ്വലാമിനക്ക് കിട്ടായിരുന്നു, നൂഹ് നബി അലൈഹി സ്വലാമിനക്ക് മക്കളെ കൊണ്ട് ഗുണം കിട്ടായിരുന്നത്? നബിയല്ലേ, ഗുണം കിട്ടിയോ മകനെ കൊണ്ട്? പെണ്ണുങ്ങൾ നന്നായോ? നന്നായില്ല. അപ്പോൾ അത് അള്ളാഹു പറയുന്നത്, നിങ്ങൾ വിചാരിക്കുന്ന കുറേ പൈസ ഉണ്ടായി, അല്ലെങ്കിൽ കുറേ അടിപൊളി ജീവിതമുണ്ടായി, അല്ലെങ്കിൽ കുറേ സമ്പത്തുണ്ടായി, നിങ്ങൾ വിചാരിക്കുന്ന നല്ല സമാധാനത്തിലൂടെ ജീവിക്കാമെന്ന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു. അല്ലദീന ആമനൂ, മുഅ്മിനീങ്ങൾ വിചാരിക്കുന്ന ചിന്തയല്ലാതെ എന്ന്. അള്ളാഹുവിൻ്റെ മുഅ്മിനീങ്ങൾ ഒരു കാലത്തും അങ്ങനെ വിചാരിക്കൂല. ഈമാൻ ഇല്ലാത്തവനാണ് അങ്ങനെ ചിന്തിക്കുന്നത് എന്ന്. എന്നിട്ട് അള്ളാഹു പറയുന്നു, അല്ലദീന ആമനൂ തത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിനെ കൊണ്ട് അള്ളാഹുവിനകത്തുനിന്ന് വയറ് നിറക്കണം, അള്ളാഹുവിൻ്റെ ഖുർആൻ കൊണ്ട് വയറ് നിറക്കണം, അള്ളാഹുവിൻ്റെ ദിക്ർ കൊണ്ട് വയറ് നിറക്കണം. കണ്ടോ, അള്ളാഹുവിനെ ഓർമ്മിച്ചു കൊണ്ട് വയറ് നിറക്കണം, നേരം പോക്കാവണം. ഇങ്ങനത്തെ മനുഷ്യനിക്കാണ് തുമനീനത്തെ കൽബിൽ വരുന്നത്. അവനക്ക് അതുകൊണ്ടല്ലാതെ സമാധാനം ലഭിക്കുന്നതല്ല. കണ്ടോ, അപ്പം അതിന് വേണ്ടി അള്ളാഹു നമ്മളോട് പറയുന്നു, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഅ്. നിങ്ങൾക്ക് ഖുർആൻ, മുഅ്മിനീങ്ങൾക്ക് ഖുർആൻ മുഴുവനും ശിഫയാ. വറഹ്മത്തുൻ, അത് റഹ്മത്തുമാണ്. നമ്മളെ വീട്ടിൽ എന്താ റഹ്മത്തില്ല, വർക്കത്തില്ല, കൽബിൽ വർക്കത്തില്ല, റഹ്മത്തില്ല, കിർഫയില്ല, അനുഗ്രഹമില്ല. എന്തുകൊണ്ട്? ഖുർആൻ ഓതുന്നില്ല. അതിൽ ഓതുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ദുന്യാവിൻ്റെ ഉദ്ദേശത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അള്ളാഹു പറഞ്ഞ നിയ്യത്ത് ശരിയില്ല. വീട്ടിൽ ഖുർആൻ ഓതുന്നില്ല, വീട്ടിൽ ഖുർആൻ ഓതുന്നില്ല. ഖുർആനും യാസീനും ഒക്കെ സൂറത്തുകളും ഫാത്തിഹയും ഖുൽഹുവല്ലയും സലാത്തും ദിക്റുകൾക്ക് മുമ്പുള്ള മനുഷ്യന്മാർ ചെയ്യിപ്പിച്ചിരുന്നു. വീട്ടിലൊക്കെ വളരെ സമാധാനമായിരുന്നു, യാതൊരു വിഷമങ്ങളും ഉണ്ടായിട്ടില്ല. അതിൻ്റെ പേരിൽ മുമ്പുള്ള മുൻഗാമികളൊക്കെ അങ്ങനെയാണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത്, നിങ്ങൾ ഒന്നും കൂടി ക്ലിയറായിക്കോ. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഅ് വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. നിങ്ങൾക്ക് രോഗങ്ങളൊന്നും ഉണ്ടാകൂല. നിങ്ങൾക്ക് രോഗം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഖുർആൻ കൊണ്ട് തന്നെ ശിഫയുണ്ടാകും. മാത്രമല്ല നിങ്ങളെ വീട്ടിൽ റഹ്മത്തുണ്ടാകും. വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, നിങ്ങളെ വീടുകളിലൊക്കെ റഹ്മത്തുണ്ടാകും. ഖുർആൻ ഓതിക്കോ കേട്ടോ. അപ്പം അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനത്തെ ഒരു വഴിയാണ് നമ്മളിവിടെ തുടങ്ങാൻ പോകുന്നത്. അപ്പം അങ്ങനെ ഖുർആൻ ഓദിച്ചിട്ട് നമ്മൾ അല്ലാഹുവിൻ്റെ വലിയ ഔലിയാക്കളുടെ ആ ആശീർവാദത്തോട് കൂടിയിട്ട്, മൂപ്പര പൈസയാണല്ലോ ഇവിടെ, ഔലിയാക്കന്മാരെ പൈസയല്ലേ ഇപ്പോൾ ഇവിടെ, ഓലെ പൈസ നമ്മൾ ഓല് അള്ള പറഞ്ഞ വൈക്കൂടെ എന്നെ ചിലവാക്കണം. കുറച്ച് വെറും മുക്കരിക്കും മൂലയ്ക്കും ശമ്പളം കൊടുക്കാൻ മാത്രം ഉപയോഗിച്ചാൽ പോരാ. അപ്പോൾ ഒന്ന് ഖുർആൻ കൊണ്ടിട്ട് അതിനും വേണ്ടിയിട്ട് നമ്മൾ കുറച്ചാണ് ചിലവാക്കുക. അതേ യാതൊരു പ്രയാസം വരൂല. നമ്മളെ നെയ്യത്ത് നന്നായിട്ടുണ്ടെങ്കിലല്ല. എന്നെ മൂപ്പരിവിടെ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി വന്ന ആളാണെന്നാണ് മഹാന്മാരിൽ നിന്ന് കിട്ടിയ വിവരനുസരിച്ച് കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഇവിടെ പറഞ്ഞത്. അതുകൊണ്ട് അതിനനുസരിച്ച് കൊണ്ടുള്ളൊരു വഴിയാണ് നമ്മളിവിടെ തുടങ്ങിയത്. എന്നും 150 വർഷത്തിൽ കൂടുതലായി 200 വർഷത്തിൻ്റെ മുമ്പായിട്ടാണ് മമ്പറന്തങ്ങളുമായി ബന്ധത്തിൽ കൂടി മൂപ്പരിവിടെ വന്നതും ഇവിടെ ഖുർആൻ പഠിപ്പിച്ചാൽ നിന്നതും ഇവിടെ മൗത്തായതും കടന്നതും ഒക്കെ മനസ്സിലായി. അപ്പോൾ ആ വകുപ്പനുസരിച്ച് കൊണ്ട് നമ്മൾ ഈ പരിപാടി നല്ല റാഹത്തിലായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം. നമ്മളിതുകൊണ്ട് ഈ നാട്ടുകാരൊക്കെ ഇതുകൊണ്ട് നന്നായി തീരണം. ഈ മക്കളൊക്കെ നന്നായി തീരണം. ഈ മക്കളൊക്കെ ഖുർആൻ പഠിച്ചിട്ട് അവരെ നമുക്ക് നല്ലൊരു അല്ലാഹുവിൻ്റെ നൂറായിട്ട്, പിന്നെ ശിഫയായിട്ടും എല്ലാ രോഗത്തിനും ശിഫയായിട്ടും റഹ്മത്തായിക്കൊണ്ടിട്ടും മാറുന്നൊരു വകുപ്പാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന. അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ചില്ലി പൈസ ചിലവാക്കിയാലും നമുക്ക് അതിന് യാതൊരു ബുദ്ധിമുട്ടാവില്ല. ജനങ്ങൾ ഇന്നും നമുക്ക് എപ്പോഴും നമുക്ക് റെഡിയുണ്ട്. ജനങ്ങൾ മോശമായിട്ടല്ല, ജനങ്ങളൊക്കെ റെഡിയുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ചപ്പാരപ്പടിയിൽ നമ്മളെ 60 കുട്ടികൾ പഠിക്കുന്നുണ്ട്. 60 കുട്ടികൾ നമ്മൾ ഹിഫ്ളിൻ്റെ ഹാഫിളീങ്ങളായിട്ടും. അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു മാസത്തിൽ ഇത്ര പൈസ വേണം, ഒരു 10,000 റുപ്യാണ്. കുറേ ബുദ്ധിമുട്ട്, എല്ലാ ബുദ്ധിമുട്ടും ജനങ്ങളോടൊന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഒരു 10,000 റുപ്യ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് ചിലവ് ഒരു കൊല്ലത്തിൽ എന്ന് പറഞ്ഞപ്പോൾ 2 ദിവസം കൊണ്ട് ഫുള്ളായിട്ട് ജനങ്ങളെ ഏറ്റെടുത്തു.
ഉണ്ടോ? ഇപ്പം ജനങ്ങൾക്ക് ഈമാനുണ്ട്, ഹിദായത്തുണ്ട്, നമ്മളെടുത്തു കൊടുക്കണം. അത് നമ്മളെ കയ്യിലാണ്. ജനങ്ങളുടെ ഈമാൻ നമ്മളുടെ കയ്യിലാണ്, ആലിമീങ്ങളുടെ കയ്യിലാണ്. അതുകൊണ്ട് അവരതിലേക്ക് ക്ഷണിക്കണം. വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ അസ്സമാവാതു വൽ അർള് ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ الذين ينفقون في السراء والضراء والقاظمين الغيظ والعافين عن الناس والله يحب المحسنين. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, ജനങ്ങളെ നിങ്ങൾ ഹിദായത്തിലേക്ക് ക്ഷണിക്കൂ. ജനങ്ങളെ വസാരൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങൾ റബ്ബിൻ്റെ ഭാഗത്തേക്ക് വരൂ. നിങ്ങൾ ഹിദായത്തിൻ്റെ വഴിയിലേക്ക് വരൂ. നിങ്ങൾ സലാമത്തിൻ്റെ വഴിയിലേക്ക് വരൂ. നിങ്ങളെ ദോഷങ്ങളൊക്കെ പുറത്തു തരാം. മിർ റബ്ബിക്കും വജന്നത്തിൻ, നിങ്ങൾ സ്വർഗത്തിലേക്ക് വരൂ. നിങ്ങൾ സ്വർഗത്തിലേക്ക് വരൂ. നിങ്ങൾക്കുള്ള സ്വർഗം ഈ ഭൂമി ലോകത്ത് തന്നെ ഉണ്ട്. വജന്നത്തിൻ അർളുഹാ അസ്സമാവാതു വൽ അർള്, ആകാശഭൂമിൻ്റെ വിശാലമായിരിക്കുന്ന സ്വർഗമാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങൾ ദുനിയാവിൽ ലയിച്ചു പോണ്ട. നിങ്ങൾ മുഅ്മിനീ ഹിദായത്തിൻ്റെ വഴിയിലേക്ക് വരൂ. അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിലേക്ക് വരൂ. നിങ്ങൾക്ക് വിശാലമായിരിക്കുന്ന സ്വർഗം, ഭൂമി ലോകത്തിൻ്റെ ആകാശഭൂമിൻ്റെ വിശാലമായിരിക്കുന്ന സ്വർഗമുണ്ട്. അത് ഈ ലോകത്ത് തന്നെ ഉണ്ട്. നിങ്ങൾ മരിച്ചു പോകുന്നതിൻ്റെ മുമ്പായിട്ട് ശരിക്കും സ്വർഗത്തിൻ്റെ അവകാശികളായിക്കൊണ്ട് നിങ്ങൾ മരിക്കണം എന്ന്. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. കണ്ടോ അല്ലാഹു പറയാ. അങ്ങനെ നിങ്ങൾ സ്വർഗത്തിൻ്റെ അവകാശികളായിക്കൊണ്ട് തന്നെ ജീവിക്കണം. നിങ്ങൾ സ്വർഗത്തിൻ്റെ അവകാശികളായിക്കൊണ്ട് തന്നെ മരിക്കണം. നിങ്ങളുടെ ശരീരം കൊണ്ടുപോയി വെക്കുന്ന സ്ഥലം നിങ്ങളുടെ നാട്ടിലുള്ളതായിരിക്കുന്ന മയ്യത്തിൻ്റെ ഉടമകളായിരിക്കുന്ന ജനങ്ങളുടെ ദുആ കൊണ്ടിട്ട് സ്വർഗത്തോപ്പായി കൊണ്ട് മാറണം. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅക്രിം നുസുലഹു വദ്ഖലഹു വഗ്സിൽഹു ബിൽമാഇ വസ്സൽജി വൽ ബർദ് വനഖിഹി മിനൽ ഖതായാ കമാ യുനഖൽ ഥൗബൽ അബിയദ് മിനദ് ദൻസ് വഅബ്ദിൽഹു ദാരം ഖൈറൻ മിൻ ദാരിഹി വജീറാനം ഖൈറൻ മിൻ ജീറാനിഹി وادخله الجنة واعذه من عذاب القبر ومن عذاب النار. ഒരാറടി മണ്ണും ഒരു കാമത്തും വസ്തുത്വം എന്ന് പറയുന്ന ഒരാളും കയ്യും ആയമുള്ളതായിരിക്കുന്ന ഒരു കുണ്ടിൽ നമ്മൾ ഇറക്കി വെക്കും. ആ കുണ്ടിൽ നമ്മൾ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കുടുംബങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യും. 5 വഖത്ത് നമ്മൾ നിസ്കരിക്കണം. പള്ളി അള്ളാഹിൻ്റെ പള്ളിയായിട്ട് ബന്ധപ്പെടണം. മയക്കുമരുന്നും മലായിക അവരുടെ ജീവിതം അള്ളാഹുവിൻ്റെ പള്ളിയുമായി കൊണ്ട് ബന്ധപ്പെടണം. അള്ളാഹുവിൻ്റെ ഖുർആനുമായി കൊണ്ട് ബന്ധപ്പെടണം. അള്ളാഹുവിൻ്റെ ദീനുമായി കൊണ്ട് ബന്ധപ്പെടണം. എന്നാൽ നമ്മളെ മരിച്ചു കഴിഞ്ഞാൽ ഒരു കാമത്തും വസ്തുത്വം എന്ന് പറയുന്ന ഒരാളും കയ്യും വരുന്നതായിരിക്കുന്ന ആ കുണ്ടിൽ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അത് മഹ്ശറിലേക്കുള്ള വഴിയാണ്. അത് മഹ്ശറിലേക്കുള്ളതായിരിക്കുന്ന വഴിയാണ്. അത്തരം ഭാഗങ്ങൾ അങ്ങോട്ട് ഏറ്റെടുത്തുകയും അവരേറ്റെടുത്തുകൊള്ളും. കണ്ടോ? മുഅ്മിനീങ്ങളായിരിക്കുന്ന നമ്മൾ, നാട്ടിൻ്റെ മയ്യത്തിൻ്റെ ഉടമകളായിരിക്കുന്ന നമ്മൾ ദുആ ചെയ്യ പടച്ചവനെ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അവനക്ക് പുറത്തു കൊടുക്കേ. അങ്ങനെ നമ്മളെല്ലാവരും കരഞ്ഞുകൊണ്ട് കണ്ണീരൊഴുകിക്കൊണ്ട് അവന് വേണ്ടിയിട്ട്, ആ ജനാസക്ക് വേണ്ടിയിട്ട് ഈ കാമത്തും വസ്സത്തും ആകുന്ന കുണ്ടിലേക്ക് ഇറക്കി വെച്ചുകൊണ്ട് അള്ളാഹുലേക്ക് അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്താൽ അള്ളാഹുവിൻ്റെ മലായിക്കത്ത് തീങ്ങളതിന് കാത്തു നിൽക്കുന്നു. അവൻ്റെ കാര്യങ്ങളൊക്കെ നിറവേറ്റുന്ന, അവനക്ക് സ്വർഗത്തു നിന്നുള്ളതായിരിക്കുന്ന വിരിപ്പുകൾ വിരിച്ചു കൊടുക്കുന്നു. അവനക്ക് അവൻ്റെ സ്വർഗത്തിലുള്ള കവാടങ്ങൾ തുറന്നു കൊടുക്കുന്നു. ഇതൊക്കെ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു നൽകുന്ന അനുഗ്രഹങ്ങളാണ്. അതിൻ്റെ പണി നമ്മളോട് നിർത്തി വെക്കണം. നമ്മളതിനുള്ള പണി എടുത്തു വെക്കണം. ജനങ്ങളെ കൊണ്ട് എങ്ങനെയെങ്കിലും പണ്ടാരം മരിച്ചു പോട്ടെ എന്ന് പറയിപ്പിക്കരുത് എന്ന് പറയിച്ചാൽ പോയി. അപ്പം നല്ലൊരു മനുഷ്യൻ, നല്ലൊരു മനുഷ്യനെ നാട്ടിൽ മരിച്ചുപോയി പടച്ചോനെ എന്ന് നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് പറയുന്ന നമ്മളൊക്കെ എല്ലാ ജനങ്ങളും, ഒരു നാട്ടിൻ്റെ എല്ലാ ജനങ്ങളും ആ അവസ്ഥയിലായി മാറണം. അതാണ് മയ്യത്തിൻ്റെ ഉടമ എന്ന് പറയപ്പെടുന്നത്. അതാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പഠിപ്പിക്കുക. അതുകൊണ്ട് നമ്മൾ നല്ലൊരു സ്വഭാവം, നമ്മൾ ഈ വൈരാഗ്യവും വർഗീയതയും തീവ്രവാദമൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മളെല്ലാവരോടും നല്ല നിലക്ക് പെരുമാറിയാൽ നമുക്ക് നല്ലൊരു സമാധാനത്തിൻ്റെ ജീവിതം ഇവിടെ കിട്ടുമല്ലോ. നമുക്ക് ഈ ലോകത്തിപ്പം നമുക്ക് അതാണല്ലോ ആവശ്യം. നല്ലൊരു ജനങ്ങൾക്കൊക്കെ ഒരു സമാധാനത്തിൻ്റെ ജീവിതം. അതില്ലായിട്ടാണല്ലോ ഇപ്പോൾ ജനങ്ങളൊക്കെ പൊറുതിമുട്ടുന്നത്.
അതിനൊരല്പ സമാധാനത്തിന് വേണ്ടിയാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൊക്കെ അടുത്തേക്ക് പായുന്നത് അല്ലേ. അജ്മീർ പോയാൽ, കാഞ്ഞിരമുറ്റം പോയാൽ, അതേപോലെ തന്നെ മൗലാൻ്റെ അടുത്ത് പോയാൽ, ഇങ്ങനെയുള്ള മഹാന്മാരത്തൊക്കെ ചെന്നാൽ, അതുപോലെ ഇവിടെ മക്കബറി ചെന്നാലൊക്കെ എല്ലാ ജാതിക്കാർക്കും അവർ സ്നേഹിക്കും. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എല്ലാവരെയും സ്നേഹിക്കുന്നു, എല്ലാവരെയും സ്നേഹിക്കും. എല്ലാ ജാതി മതമല്ല, ഓൽക്ക് അതൊന്നുമില്ല. മനസ്സിലായി? അപ്പം എന്താ നമ്മളൊക്കെ അങ്ങനെ ആയാൽ പോരെ? നമുക്ക് അങ്ങനെ തന്നെയല്ലേ വേണ്ടത്? അപ്പം എന്തെങ്കിലല്ലേ ഇവിടെ സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പം നമ്മളിവിടെ തീവ്രവാദം, വർഗീയതയും കുലുമാലും ഒന്നും ഉണ്ടാക്കി എല്ലാവരും നല്ല നിലക്ക് ജീവിച്ചാൽ എല്ലാവർക്കും ഇവിടെ സമാധാനം ഉണ്ടാവും, ഇവിടെ ജോലി ഉണ്ടാവും, ദാരിദ്ര്യം ഉണ്ടാവില്ല, പട്ടിണി ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. നല്ല ഭരണം അള്ളാഹു നമുക്കിവിടെ നൽകുകയും ചെയ്യും. മനസ്സിലായില്ല? അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അപ്പം ഇങ്ങനെ പറയുമ്പോൾ പറഞ്ഞാൽ തീരാത്തതായിരിക്കുന്ന ബഹറാണ് പരിശുദ്ധ ഖുർആൻ എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് ഇങ്ങനത്തേതായിരിക്കുന്ന ഒരു വകുപ്പ് നമുക്കിവിടെ നിലനിൽക്കണം, ഇതിവിടെ ഉണ്ടാവണം. നമ്മൾ ഈ കേരളത്തിൻ്റെ ഈ ഭാഗത്ത് ഇങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ. അപ്പം അതുകൊണ്ട് അത് അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ ആശീർവാദത്തിലാണ്, നമ്മുടെ മശായിഖന്മാരുടെ ഉപദേശത്തിൽ തന്നെയാണ് ഇവിടെ ഇതൊക്കെ തുടങ്ങിയിട്ടുള്ളതും. അവരാണ് ഇതിനൊക്കെ നമുക്ക് വകുപ്പൊക്കെ പറഞ്ഞിരുന്നതും ഒക്കെ. അതുകൊണ്ട് അവരെ ബർക്കത്ത് കൊണ്ട് പൊരുത്തം കൊണ്ട് പടച്ചവനെ റഹ്മുർ-റഹീമായ തമ്പുരാനെ ഞങ്ങൾ ഈ തുടങ്ങി വെച്ചതായിരിക്കുന്ന വഴി അത് നിൻ്റെ പൊരുത്തത്തിലാക്കണേ തമ്പുരാനെ. പടച്ചവനെ ഇതിനെ നീ നിലനിർത്തി തരണേ തമ്പുരാനെ. പടച്ചവനെ ഇതിൽ നീ ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. പടച്ചവനെ ഞങ്ങൾക്ക് എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ദീനിൻ്റെ ബർക്കത്ത് കൊണ്ട്, ധർമ്മത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നീ തീർത്തു തരണേ തമ്പുരാനെ. പടച്ചവനെ ഞങ്ങളുടെ നാട്ടിലൊക്കെ നീ ഐശ്വര്യവും ഐക്യതയും നീ പ്രദാനം ചെയ്തു തരണേ തമ്പുരാനെ.